ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡൊക്കെ ആയില്ലേ? എനിക്ക് പച്ചക്കറി കൂട്ടി മടുത്തു കേട്ടോ. പോരാത്തതിന് മഴയും. എന്നാൽ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് ഞാൻ വെച്ചു. ഇന്ന് ഞാനൊരു കൊച്ചു രസകരമായ കഥ പറച്ചിലൂടെ എൻ്റെ റെസിപ്പി ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഇത് ഞാൻ അടുത്ത് വായിച്ച ഒരു രസകരമായൊരു കുഞ്ഞങ്കഥയാണേ. ഒരിക്കലും ഒരാൾക്കൊരു സംശയം, തൻ്റെ ഭാര്യയ്ക്ക് കേൾവിക്കുറവ് ഉണ്ടോയെന്ന്. അയാൾ വല്ലതും ചോദിച്ചാൽ ആ ഭാര്യ അതിനൊന്നും ഉത്തരം പറയാറില്ല. അപ്പോൾ അയാൾക്കൊരു സംശയം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയോട് നേരിട്ട് ചോദിക്കാനൊരു പേടി. കാരണം പ്രതികരണം എന്താണെന്നുള്ളത് അയാൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുടുംബ ഡോക്ടറെ കാണാൻ ഇയാൾ പോയി. എന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അല്പം സ്വല്പം കേൾവിക്കുറവൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ എത്രമാത്രം ഗുരുതരമാണെന്നുള്ളത് അറിയണം. എന്നിട്ട് മാത്രമേ നമുക്ക് ചികിത്സ നടത്താൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹം ഡോക്ടറോട് ചോദിച്ചു, ഇതെങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഭാര്യയും കൊണ്ട് ഒരു ENT ഡോക്ടറെ പോയി കാണണം. അവിടെ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം, അയ്യോ അത് പറ്റില്ല, ഇക്കാര്യം പറഞ്ഞാൽ അവളുടെ പ്രതികരണം എന്താണെന്ന് എനിക്കറിയാം ഡോക്ടറെ. ഡോക്ടറുടെ അടുത്ത് പോകാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? അല്പനേരം ആലോചിച്ചിരുന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളൊരു ചെറിയ പരീക്ഷണം നടത്തണം. ഭാര്യയിൽ നിന്നും ഒരു 30 അടി അകലത്തിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കണം. അതിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 20 അടി അകലത്തിൽ നിന്ന് അതേ ചോദ്യം വീണ്ടും ആവർത്തിക്കണം. എന്നിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ 10 അടി അകലത്തിൽ നിന്നും ചോദിക്കണം. വീണ്ടും ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത് ചെന്നിട്ട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുക. ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യയ്ക്ക് കേൾവിക്കുറവ് തന്നെയാണ് കേട്ടോ. ഇക്കാര്യം ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ഭാര്യയോട് പറയുകയും ചെയ്യാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഈ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഈ പരീക്ഷണം നടത്താനായിട്ട് ഒരു ദിവസം അയാൾ നേരത്തെ തന്നെ ഓഫീസിൽ നിന്നൊക്കെ വീട്ടിലെത്തി. ഭാര്യ അടുക്കളയിൽ എന്തോ പാചകം ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഏകദേശം ഒരു 30 അടി അകലത്തിൽ നിന്ന് അയാൾ വിളിച്ചു ചോദിച്ചു, മേരിക്കുട്ടി ഇന്നെന്താ താഴത്തിന്? അയാൾ എന്നിട്ട് ചെവി വട്ടം പിടിച്ചു നിന്നു. പ്രതികരണമൊന്നുമില്ല. വീണ്ടും അയാൾ 20 അടി അകലത്തിലേക്ക് മാറി നിന്ന് ചോദിച്ചു, മേരിക്കുട്ടി ഇന്ന് അത്താഴത്തിന് എന്താണ്? വീണ്ടും ഉത്തരമില്ല. വീണ്ടും അയാൾ 10 അടി അകലത്തിൽ നിന്നായി അടുത്ത ചോദ്യം, മേരിക്കുട്ടി ഇന്ന് അത്താഴത്തിന് എന്താണ്? ഒരു രക്ഷയില്ല. പിന്നീട് തൊട്ടടുത്ത് ചെന്ന് അദ്ദേഹം വീണ്ടും ചോദ്യം ആവർത്തിച്ചു, മേരിക്കുട്ടി ഇന്ന് അത്താഴത്തിന് എന്താണ്? ഇത് കേട്ടതും പൊട്ടിത്തെറിച്ചുകൊണ്ട് മേരിക്കുട്ടി പറഞ്ഞു, എന്താ മനുഷ്യ, നിങ്ങൾക്ക് ചെവി കേട്ടൂടെ? ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു ഇന്ന് അത്താഴത്തിന് കഞ്ഞിയും പയറാണെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? നല്ല രസമുണ്ടല്ലേ ഈ കഥ? എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ കഥ വായിച്ചപ്പോഴേ നല്ല തമാശ തോന്നി. അതുകൊണ്ടാട്ടോ നിങ്ങളെയൊക്കെ കേൾപ്പിച്ചത്. അപ്പോൾ എൻ്റെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോ കാണും വരയ്ക്ക് ടാറ്റ, ബൈ ബൈ.